ഉണ്ട്. സാറിൻ്റെ SB കോളേജിലെ ജീവിതത്തെ പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. സാറിൻ്റെ SB കോളേജിലെ ജീവിതകാലം എങ്ങനെയായിരുന്നു? ഏതെങ്കിലും സാറുമാരെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ 1968 പ്രീ ഡിഗ്രിക്ക് അവിടെ ചേർന്നത്. പിന്നെ SSLCക്ക് പരീക്ഷയ്ക്ക് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നത് കൊണ്ട്, അതുമല്ല എനിക്ക് ശാസ്ത്ര വിഷയങ്ങളും പിന്നെ കണക്കും ഒന്നും പണ്ട് മുതലേ അത്ര ഇഷ്ടമുള്ള വിഷയങ്ങളല്ലായിരുന്നു. കൂടുതലും സാഹിത്യമായിരുന്നു എൻ്റെ താല്പര്യമുള്ള വിഷയം. എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനാണെന്നോ സാഹിത്യം എഴുതണമെന്നോ അന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ പൊതുവെ ശാസ്ത്ര വിഷയങ്ങളിലോ കണക്കിലോ ഒന്നും വലിയ മിടുക്കനല്ലായിരുന്നത് കൊണ്ട് തന്നെ വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. അതിപ്പം കോളേജിൽ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ കോമേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് ആയിരുന്നു അന്നത്തെ പറ്റുന്നത്. അതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് പിന്നെ തേർഡ് ഗ്രൂപ്പാണ് എടുത്തത്. അത് ആർട്സ് ബിൽഡിങ്ങിൻ്റെ, അതായത് ഓഡിറ്റോറിയത്തിനും ചാപ്പലിനും ഒക്കെ സംയുക്തമായിട്ടിരിക്കുന്ന ആ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ പലതും നടക്കുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് എൻ്റെ പഠിപ്പിച്ച അധ്യാപകർ പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്നത് ഡീവറി സാറാണ്. പിന്നെ അദ്ദേഹം, സാറിൻ്റെ മകൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അതിപ്പം സാറിനെ അവിടെ വെച്ച് ആണ് പരിചയപ്പെടുന്നത് കൂടുതൽ. അങ്ങനൊരു കലകളിലൊക്കെ അദ്ദേഹം പോലെ നല്ല കഴിവുള്ള ആളും, പിന്നെ അതുപോലെ തന്നെ കോളേജിലെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഡീവറി സാറിനെ ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ A.E. അഗസ്റ്റിൻ സാർ എന്ന് പറയും, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള A.E. അഗസ്റ്റിൻ സാറിനെ ഓർമ്മയുണ്ട്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സും ആയിരുന്നു മെയിൻ സബ്ജക്റ്റുകൾ. സബായിട്ട് എപ്പോഴും മലയാളമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് അന്ന് പാറേപ്പള്ളിയിൽ നിന്ന് വരുന്ന സെമിനാരി സ്റ്റുഡൻസ് ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ടോം എന്ന് അറിഞ്ഞ എൻ്റെ കൂടെ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. പിന്നീട് അദ്ദേഹം കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 70-ഇടയ്ക്കാണ് ഞാൻ ഏതാണ്ടൊക്കെ കഥകളൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് 68-70 കാലഘട്ടത്തിൽ. അപ്പോൾ എഴുതിയ കഥകൾ പല കഥകൾ എൻ്റെ ഇന്നും ഒരിടത്തും പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ചില കഥകൾ കൂട്ടത്തിൽ ഇതും ആ കഥകളും വരുന്നുണ്ട്. അത് കോളേജ് ലൈഫിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ കഥകൾ ഉൾപ്പെടെ ചില കഥകൾ ഒക്കെ കോളേജ് മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അന്ന് അതിൻ്റെ തലപ്പത്തിരുന്ന സക്കറിയ സാറിനെ കൊടുത്തു. എങ്കിലും ഒന്നും പ്രസിദ്ധീകരിച്ചില്ല. അന്ന് പോലെ 70 തൊട്ട് ആ കഥകളൊക്കെ എഴുതി ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞാൽ 68-70 പ്രീ ഡിഗ്രി പഠനം. അത് കഴിഞ്ഞ് പിന്നെ 70-73 BAക്ക് ചേരുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോഴാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മെയിനും സബായിട്ട് മലയാളം ലിറ്ററേച്ചറുമായിരുന്നു. അപ്പോൾ മലയാളം ലിറ്ററേച്ചറിൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ വളരെ പ്രഗത്ഭരായ A.E. അഗസ്റ്റിൻ, VJ അഗസ്റ്റിൻ സാറായിരുന്നു പ്രധാനപ്പെട്ട എൻ്റെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ A.E. അഗസ്റ്റിൻ സാറ്, പിന്നെ ഫ്രാൻസിസ് സാറ്, അങ്ങനെ കുറേയേറെ അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസർ ഉലഹന്നാൻ മാപ്പിള, അഞ്ചനാട്ട് സാറ്, ആൻ്റണി സാറ്, അതുപോലെ 3 ചെറുപ്പക്കാർ, അതായത് എന്നെക്കാൾ 1-2 വയസ്സിന് അവരെ പിന്നെ അങ്ങോട്ട് കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴേ ജോലി കിട്ടിയവരാണ് അവരൊക്കെ. അതായത് N. S. സെബാസ്റ്റ്യൻ സാറ്, ഇസ്താക്ക് സാറ്, സക്കറിയ സാറ്, ഇവരൊക്കെ അവരുടെയൊക്കെ ക്ലാസ്സുകൾ വേറെ മറ്റുള്ള പിന്നെ ഹിന്ദിയും പിന്നെ മറ്റുള്ള ലാംഗ്വേജ് എടുക്കുന്നവർ പോലും ചിലപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ വന്ന് ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വരുമായിരുന്നു. അതുപോലെ പ്രഗത്ഭരായ മലയാള അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ച് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് പഠിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അക്ബർ പോലെയുള്ള പിന്നെ പഴയ വലിയ കടുകട്ടി ഭാഷയുള്ള നോവലുകൾ പലതും പഠിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ തന്നെ കവിതകൾ, പിന്നെ പല പ്രശസ്ത കവികളുടെയും സുഭദ്രാഹരണം പോലെയുള്ള, അത് പേരുകൾ ഞാനെല്ലാം ഓർക്കുന്നില്ല, പിന്നെ അങ്ങനെയുള്ള പിന്നെ കവിതകളും ഒക്കെ ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ താല്പര്യം അതിനോട്ടുണ്ടായി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് ഷേക്സ്പിയർ കൃതികളൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്ന 5 ഷേക്സ്പിയർ കൃതികൾ, ഷെല്ലി, കീറ്റ്സ്, ഇങ്ങനെയുള്ള പിന്നെ ബ്രിട്ടീഷ്
അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള ഉന്നതന്മാരായിട്ടുള്ളവരുടെ അതുപോലെ എസ്ഐസ്, ബേക്കൻ്റെ എസ്ഐസ്, പിന്നെ ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് ക്ലാസ്സുകളാണ്. എസ്ഐക്ക് ഒരു ക്ലാസ്, പിന്നെ ഡ്രാമയ്ക്കൊരു ക്ലാസ്, അങ്ങനെ പോയട്രിക്കുള്ള ക്ലാസ്, ഇങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നതെല്ലാം നല്ല വിദഗ്ധരായ അധ്യാപകരായിരുന്നു. അപ്പം ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും ഏതാണ്ട് ഒരുമാതിരി ജ്ഞാനം കിട്ടി. അവിടെ കിട്ടിയതിനേക്കാൾ കൂടുതൽ പിന്നീട് ഞാൻ വായിച്ചാണ് ഇതെല്ലാം പഠിക്കുന്നത്. കോളേജിൽ നിന്നുള്ള ഈ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും കിട്ടിയ ബേസിക്സ് വെച്ചുകൊണ്ട് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തോ അത് കഴിഞ്ഞും പലപ്പോഴും പിന്നെ മുനിസിപ്പൽ ലൈബ്രറിയിൽ പോകുമായിരുന്നു പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ വേണ്ടി. അവിടെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ലൈബ്രറിയിൽ പോയിരുന്നത് എം കൃഷ്ണൻ നായർ സാറിൻ്റെ വാരഫലം വായിക്കാൻ വേണ്ടിയായിരുന്നു. ആ വാരഫലത്തിൻ്റെ കളക്ഷനായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എം കൃഷ്ണൻ നായരുടെ നിരൂപണങ്ങൾ ഒത്തിരി പേർക്ക് അരോചകമായിട്ടുണ്ടെങ്കിലും അതിനകത്തൊന്ന് പോസിറ്റീവായിട്ടുള്ള സൈഡാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഒത്തിരിയേറെ വിശ്വസാഹിത്യത്തിലുള്ള കൃതികളെ പരിചയപ്പെടാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അദ്ദേഹം ഓരോ ഇത് പറയുമ്പോഴത്തേക്കിന് ഇന്നാരുടെ കഥ അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തിലെ ഓരോ കൃതികളെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഭയങ്കര ഒരു വായനക്കാരനായിരുന്നു. ഏതാണ്ട് 10,000-ഓളം പുസ്തകങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പം അത്ര അറിവുള്ള, അതുമല്ല ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പം അക്കാഡമിക് തലത്തിലും വായനാ തലത്തിലുമൊക്കെ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ കൃഷ്ണൻ നായർ സാർ എന്ന് പറയുന്നത്. ആ കൃഷ്ണൻ നായർ സാറിൻ്റെ വാരഫലം പിന്നെ പുസ്തകം ആയിട്ട് എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അന്ന് മലയാളനാട് വാരികയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ ആ മലയാളനാട് വാരിക കിട്ടാനും വായിക്കാനും എളുപ്പമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ലൈബ്രറി മാത്രമുണ്ട്, എൻ്റെ ഓർമ്മയിലുള്ളൂ. മറ്റേ വടക്കേക്കര എൻ്റെ അടുത്ത വള്ളത്തോൾ മെമ്മോറിയൽ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും ഇങ്ങനത്തെ ഇതൊന്നും വായിക്കാൻ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചങ്ങനാശ്ശേരി എൻ്റെ വീട്ടിൽ നിന്ന് 2-3-4 മൈൽ നടന്നു പോയി ആണ് അന്ന് പുസ്തകം വായിച്ചിരുന്നത്. ആ വായന ഒത്തിരിയേറെ നമ്മുടെ ഈ വിശ്വസാഹിത്യത്തിലുള്ള കൃതികളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം തന്നു. അപ്പം അതെല്ലാം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കോളേജിൽ ഒരു ബേസിക് കിട്ടിയത് എന്നുള്ളതിനേക്കാളും ഉപരിയായി പിന്നെ അതിനുശേഷം ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും പിന്നെ വിശ്വസാഹിത്യത്തിലുള്ള ഈ പിന്നെ ഗ്രീക്ക് മിത്തോളജിയിലുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ പിന്നെ ഷേക്സ്പിയറിൻ്റെ അല്ല, പിന്നെ ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോയെവ്സ്കിയുടെയും പോലെയുള്ള വിശ്വസാഹിത്യകാരന്മാരിൽ പലരുടെയും, പിന്നെ ഓ ഹെൻറി, ഇങ്ങനെ ഒത്തിരിയേറെ പേരുകളുണ്ട്. പ്രധാനികളുടെ എല്ലാം കഴിവുള്ളിടത്തോളം ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പുസ്തകങ്ങൾ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൽമാൻ റുഷ്ദിയുടെ നോവലുകൾ, ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ലിസ്റ്റ് ചെയ്യാൻ പോയ ഏതാണ്ട് 1000-ഓളം പുസ്തകം വീട്ടിലുണ്ട്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് വായിക്കും. അതിന് പിന്നെ അങ്ങനെ ഒരു കോളേജിൽ നിന്ന് കിട്ടിയ വിദ്യയിൽ നിന്നും അപ്പുറത്തേക്ക് എൻ്റെ വായന കൊണ്ടുപോവുകയും അത് എഴുത്തിൽ ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രോമത്തീസ് എന്നുള്ള കവിതയൊക്കെ ആണെങ്കിൽ അത് ഗ്രീക്ക് മിത്തോളജി അടിസ്ഥാനപ്പെടുത്തി എഴുതിയ കവിതയാണ് ഈ പറഞ്ഞ പ്രോമത്തീസ്. അതുപോലെ തന്നെ ഓരോ കവിതയ്ക്കും നമ്മൾ ഒരാശയം അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഇപ്പം ഓരോ കവിതയെപ്പറ്റി ഇപ്പം എഴുതുന്നതിന് മുമ്പേ അതിനെപ്പറ്റി, ഇപ്പം ഞാൻ ഓം മണി പത്മേഹം എന്ന് പറഞ്ഞൊരു മലയാള കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ടിബറ്റൻ സഹ്യസാനുക്കളിലെ ഇവർ ഒരുതരം കൊടി പറത്തുന്ന ഒരു ഇതുണ്ട് പിന്നെ ബുദ്ധിസത്തിൽ. അതിൻ്റെ ആ കൊടിയുടെ അർത്ഥം എന്താണ്, കൊടിയുടെ ഹിസ്റ്ററി എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓം മണി പത്മേഹം എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കവിതയ്ക്കും നമ്മൾ ഓരോ കവിതയ്ക്കായാലും കഥയ്ക്കായാലും പിന്നെ ലേഖനം എഴുതാനായാലും, പിന്നെ മുട്ടത്തുവർക്കിയെ പറ്റി ഞാൻ പിന്നെ ഒരു മുട്ടത്തുവർക്കിയുടെ 100 വർഷ ശതാബ്ദി ആഘോഷത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതി കൊടുക്കണമെന്ന് മുട്ടത്തുവർക്കിയുടെ മരുമകൾ, എൻ്റെ സുഹൃത്താണ് ബേബിച്ചൻ്റെ വൈഫ്, പുള്ളിയുടെ വൈഫ് പിന്നെ എന്നോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ മുട്ടത്തുവർക്കിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു സ്മരണീയ ഇറക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ലേഖനം എഴുതി തരണമെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ അന്ന് എൻ്റെ കയ്യിൽ മുട്ടത്തുവർക്കിയുടെ പുസ്തകങ്ങൾ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ
വായിച്ച് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതാനോ കുറച്ച് നമുക്ക് റെഫറൻസ് വേണമല്ലോ. അപ്പോൾ അതിന് പുള്ളിക്കാരത്തി എനിക്ക് ന്യൂയോർക്കിൽ നിന്നും 5-6 പുസ്തകങ്ങൾ അയച്ചു തന്നു. അങ്ങനെ അത് വായിക്കുകയും കൂടുതൽ എനിക്കറിയാവുന്ന മുട്ടത്ത് വർക്കിയും അല്ലെങ്കിൽ ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന മുട്ടത്ത് വർക്കിയേക്കാളും ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് എഴുതുന്നതാണ് എനിക്കിഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ആ കരകാണക്കടൽ പോലെയുള്ള കൃതികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ടത്ത് വർക്കിയുടെ നോവലുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കരകാണക്കടലും അതുപോലെ തന്നെ ഒരു കൂടെയും സ്കൂളിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു. അത് മറ്റു പിള്ളേർ പഠിച്ചതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും സ്കൂൾ സിലബസിലുണ്ടായിരുന്ന ഒരു പുസ്തകമാണ്. ആ ഒരു കൂടെയും കുഞ്ഞുങ്ങളും പിന്നെ മുട്ടത്ത് വർക്കിയുടെ കരകാണക്കടലും ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടത്ത് വർക്ക് എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഗ്രാമീണ അന്തരീക്ഷമുള്ള കഥകളായിരുന്നു, നോവലുകളാണ് അദ്ദേഹം എഴുതിയിരുന്നത് മുഴുവൻ. പിന്നെ അപ്പം ആ പുസ്തകങ്ങളെല്ലാം പഠിച്ച് വളരെ നല്ലൊരു ലേഖനം എഴുതി. ആ ലേഖനം പിന്നെ ഈ മലയാളിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, എൻ്റെ ആർക്കൈവ്സിനകത്ത് കിടപ്പുണ്ട്. അതായത് ഞാൻ എഴുതി ഇവിടെ കൊടുക്കുന്നതിൽ പലരും ആർക്കൈവുകളൊന്നും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഈ മലയാളിയിൽ കുറേയേറെ എൻ്റെ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. അതായത് eMalayali.com എഴുത്തുകാർ എന്നുള്ള സെക്ഷനിൽ പോയാൽ ജോസഫ് നമ്പിമഠം എന്നൊരു ബട്ടണുണ്ട്. അതിൽ കുത്തിയാൽ എനിക്ക് കുറേയേറെ കൃതികൾ അതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത എന്താ പറയേണ്ടത്? കോളേജിലെ 5 വർഷം സാറ് സാഹിത്യപരമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടുതൽ പ്രാവീണ്യം നേടി. ഈ കാലയളവിൽ സാറിന് കോളേജിൽ നിന്നും കിട്ടിയ മറ്ററിവുകൾ എന്തൊക്കെയാണ്? അതായത് അവിടുത്തെ സ്പോർട്സ് ആണേലും അവിടുത്തെ സമരങ്ങളാണേലും ചങ്ങനാശ്ശേരിയിലെ പ്രമുഖരെ. ഞാൻ സ്കൂളിലും പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ വളരെ ഒരു ഇൻട്രോവേർട്ടായിരുന്നു, അന്തർമുഖൻ എന്ന് പറയും. വളരെ പിന്നെ ക്വയറ്റായിട്ട് ഈ പിന്നെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വലിയ ആരോപണത്തിനൊന്നും അതായത് പിന്നെ യൂണിയൻ പ്രവർത്തനമൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിലൊന്നും പോകാറില്ലായിരുന്നു. പക്ഷേ KSCയുടെ ഒരു അനുഭാവിയായിരുന്നു അന്ന്. അതുകൊണ്ട് യൂണിയന്റെ പ്രവർത്തനങ്ങളിലൊന്നും പോവുക, ഞാൻ ഒരു സമരങ്ങളിലും പങ്കെടുക്കാൻ പോകും. അതിൻ്റെ കൂടെ ചിലപ്പം പോയെന്നിരിക്കാം. പക്ഷെ ഒരു കല്ലേറോ വല്ലതും ഉണ്ടായാൽ അപ്പോൾ ഞാൻ തിരിഞ്ഞു നടക്കും. എനിക്ക് ഈ അക്രമ പ്രവർത്തനം, നശീകരണ പ്രവർത്തനം, സ്കൂൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ കലാലയ അന്തരീക്ഷം കലാപ ആലയങ്ങളാക്കി മാറ്റുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അറിയണമെന്ന് അർത്ഥമില്ല. പക്ഷേ അതെല്ലാം പലപ്പോഴും തീരുന്നത് കൊലപാതകങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ വയലൻസിനോട് എനിക്ക് ഒരിക്കലും ഒരു കാലത്ത് യോജിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തായാലും പിന്നീട് ഞാൻ ജോലിയുടെ കാര്യത്തിലായാലും വന്നപ്പോഴും യൂണിയനുകളിൽ ഇടപെട്ടപ്പോഴായാലും എന്നായാലും ഒരിക്കൽ പോലും ഒരു പൊതുമുതല നശിപ്പിക്കാനോ കല്ലെറിയാനോ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കോളേജിൽ അത്ര വലിയ ഫേമസ് എന്നെ സ്കൂളിലും കോളേജിലും പഠിച്ച പിള്ളേർക്ക് അറിയാവുന്നുള്ളതല്ലാതെ അതിനപ്പുറം വലിയ ഇത് തോന്നില്ല. പക്ഷേ അന്ന് ലൈബ്രറിയിൽ പോയി എടുത്ത് പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ NCCയിൽ അവിടെയും കോളേജിൽ NCCയിലുണ്ടായിരുന്നു. പിന്നെ NCCയിൽ ആക്റ്റീവായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞില്ല സ്പോർട്സിൽ കൂടുതൽ ഞാൻ ഇടപെട്ട് ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഇതെല്ലാം ചെയ്തത് ചേർത്തിപ്പുഴ പള്ളിയിലെ ഇതായിരുന്നപ്പോഴത്തേനാണ്. അന്ന് എല്ലാ സ്പോർട്സിലും ഉണ്ടായിരുന്നു. ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതെല്ലാം കൂടാതെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, പിന്നെ ഇങ്ങനെ ഓട്ടം 100 മീറ്റേഴ്സ് റേസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതിവിടെ അമേരിക്ക വന്നിട്ടും പള്ളിയിൽ പല പ്രാവശ്യം എനിക്ക് ഓട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ കോളേജിൽ ഞാൻ പൊതുവെ പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് സാമ്പത്തികമായ അത്ര വലിയ ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നില്ല ഞങ്ങൾ ഫാമിലി വളരെ പേരുള്ള കുടുംബമായിരുന്നെങ്കിലും പ്രശസ്തമായ കുടുംബമാണെങ്കിലും പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും കുറേ വസ്തുക്കളുണ്ട്, അതിൽ കൃഷി ചെയ്തുകൊണ്ടാക്കുന്നു. പിന്നെ പിതാവ് പറയുമ്പോൾ സ്കൂൾ അധ്യാപകൻ്റെ വരുമാനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് കോളേജിൽ പോയി സ്പെൻഡ് ചെയ്യാൻ അതിന് മാത്രം പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതാണ് സത്യം. അപ്പം കഴിവുള്ളിടത്തോളം പഠിക്കുന്ന കാലത്ത് അടങ്ങി ഒതുങ്ങി നല്ല പയ്യനായിട്ട് ജീവിച്ചു. എങ്കിലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ യൂണിയൻ പ്രവർത്തനങ്ങളിൽ അന്ന് കോളേജ് യൂണിയൻ്റെ 2 പ്രാവശ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നായിരുന്നു പിന്നെ യൂണിയൻ ചെയർമാൻമാർ 2 പേരുണ്ടായിട്ടുണ്ട്. AC ചാക്കോയും പോളും 2 പേരും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു. അതുപോലെ യൂണിയൻ ചെയർമാനായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെയുള്ള പലരും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ടൊക്കെ പിന്നെ ബന്ധപ്പെടും. പിന്നെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ KSCയുടെ സംസ്ഥാന സമ്മേളനം ഇവിടെയൊക്കെ നടക്കുമ്പോഴത്തേന് അതൊരു
ഓണത്തിന് അവരുടെ എല്ലാം കൂടെ ഒരു എൻജോയ്മെന്റ് എന്നുള്ള നിലയിൽ കഴിഞ്ഞാണ് പോകുന്നത്. പോയ അങ്ങനെ പല പ്രാവശ്യം സംസ്ഥാന സമ്മേളനങ്ങൾക്കൊക്കെ പിന്നെ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അത് പിന്നെ അതല്ലാതെ വലിയതായിട്ട് സ്പോർട്സിലൊന്നും അവിടെ വെച്ചില്ല. പിന്നീട് ഈ പിന്നെ കോളേജിലെ പഠനം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ SI ടെസ്റ്റിന് പോയത് ഓർമ്മയുണ്ട്. അത് ഞാനിപ്പം പറയണോ പിന്നെ കോളേജിൽ ഇനി എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ കോളേജിൽ പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും ഞാൻ പറഞ്ഞല്ലോ മലയാളവും എല്ലാ ലാംഗ്വേജും സോഷ്യോളജിയും ഒക്കെ ആയിരുന്നു എൻ്റെ വിഷയങ്ങൾ. അന്ന് പ്രിൻസിപ്പളായിരുന്നിരുന്നത് ആദ്യത്തെ തവണ ഒരു വേറെ എല്ലാം പേര് ഞാൻ പുളിക്കപ്പറമ്പിലച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സോഷ്യോളജി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി താടിയൊക്കെ വെച്ചൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, കാളാശ്ശേരി അച്ഛനെ. പിന്നെ അത് കഴിഞ്ഞേച്ച് വന്നത് വേറെ ഒരാൾ വന്ന കുരിയാളശ്ശേരി. ഇവരെല്ലാം ആയിരുന്നു അന്നത്തെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഗസ്റ്റിൻ സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉലയന മാപ്പിള സാറായിരുന്നു. അഞ്ജനാട്ട്, പ്രൊഫസർ ഡോക്ടർ അഞ്ജനാട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കവിതയൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കുകയും സ്വാധീനം ആ ക്ലാസ്സിൻ്റെതായ അല്ലെ അന്ന് കിട്ടിയ അറിവുകളും ഇതൊക്കെ ഒത്തിരി എഴുത്തിനെ സ്വാധീനിച്ചു. ഇനിയും ചോദ്യങ്ങൾ ഗ്രാജുവേഷൻ സാറ് BA അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു. അന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരിക്കലും പഠനത്തിൽ വലിയ മിടുക്കനായിരുന്നിട്ടില്ല. അതുകൊണ്ട് വലിയ മാർക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റി, പിന്നീട് തുടരാനും പറ്റിയില്ല. അതുമല്ല സാമ്പത്തിക സ്ഥിതി അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കോളേജ് പഠനം നിർത്തേണ്ടി വന്നു. അത് പിന്നെ അതിനുശേഷം ഞാൻ അമേരിക്ക വന്നതിന് ശേഷം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മലയാളം പിന്നെ അതിന് ചേർന്നതാണ്, കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർന്ന്. എന്നിട്ട് PhDക്ക് എന്തിലെങ്കിലും ഒരു പിന്നെ റിസർച്ച് നടത്തി PhD എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യും നമ്മുടെ എല്ലാം ചെയ്തതാണ്. ആ ഇടയ്ക്കാണ് വൈഫിനൊരു ആക്സിഡന്റ് വന്ന് അതും മുടങ്ങി. അപ്പോൾ PhDയും ഡോക്ടറേറ്റും എല്ലാം അതോടെ പോയി. സാറ് ഈ BAക്ക് 3 വർഷം ആ കോളേജിൽ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കോളേജ് ഡേ പറ്റി സാറിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ SB കോളേജിൽ, ഒരു കോളേജ് ഡേ. അത് കോളേജ് ഡേ മാത്രമല്ല, അവിടെ എപ്പോഴും എല്ലാ വർഷവും പിന്നെ നാടകങ്ങൾ അരങ്ങേറുമായിരുന്നു. അതുപോലെ ഈ മലയാളത്തിലുള്ള ശാകുന്തളം, പിന്നെ അതുപോലെ പ്രശസ്തമായിട്ടുള്ള ഓരോ കൃതികൾ, പിന്നെ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ മാക്ബത്ത്, ഇങ്ങനെയുള്ള ഓരോ നാടകങ്ങൾ അവിടെ ഓരോ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് പിന്നെ അതുകൂടാതെ ഈ കോളേജ് ഡേക്കൊക്കെ മധു ഒരു പ്രാവശ്യം വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. മധു വന്ന് എപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ച് അത് സത്യം മരിച്ച സമയത്തായിരുന്നു. അപ്പം പിന്നെ പുള്ളി സ്റ്റേജിൽ കയറിയുന്നതുകൊണ്ട് പലരും പറഞ്ഞു, അപ്പം പുള്ളി പ്രസംഗം പറയുന്നതിന് മുമ്പ് ചിലരൊക്കെ പറഞ്ഞു മധുവിൻ്റെ സത്യന്റെ വിടവ് നികത്താൻ ആണ് മധു എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് അത് പിടിച്ചില്ല, മധുവിന് അത് തീരെ പിടിച്ചില്ല. അപ്പം പ്രസംഗത്തിന് വന്നപ്പോഴത്തേക്കിനും സത്യന്റെ വിടവ് നികത്താൻ ഞാൻ പോയാൽ പിന്നെ എൻ്റെ വിടവ് ആരും നികത്തും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിയാ. അങ്ങനെ സംഭവബഹുലമായ 5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ സാറ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാമല്ലോ നാട്ടിൽ ഈ ജോലിയൊക്കെ കിട്ടാൻ അന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരീക്ഷകൾ എഴുതണം. പിന്നെ അപ്പം ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ജോലിക്ക് പലതും അപ്ലൈ ചെയ്തു. അതിലൊന്നാണ് പിന്നെ ഞാൻ ആദ്യം ഈ പറഞ്ഞ പിന്നെ ക്ലാസ് പഠിപ്പിക്കാൻ പോയി. അതായത് 5 പാരലൽ കോളേജ് മാത്രമല്ല, നമ്മുടെ SH ചങ്ങനാശ്ശേരി SH എന്ന് പറയും, കുട്ടപ്പന്റെ കുട്ടപ്പൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് പാരലൽ കോളേജ് അല്ല, അവിടെ 8ാം ക്ലാസ് തൊട്ട് BAക്ക് വരെ ക്ലാസ്. അപ്പൊ അവിടെ ക്ലാസ് എടുക്കുന്നതിൽ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതിന്റെ കൂടെ തന്നെ വേറെ 4 പാരലൽ കോളേജിലെ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയും. അന്ന് SSLCക്ക് തോക്കുന്ന പിള്ളേരെ ഇടയ്ക്കൊരു സെമസ്റ്റർ പരീക്ഷ ഉണ്ടല്ലോ, അവർക്ക് അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പിന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ അതായത് ഇംഗ്ലീഷ് തോറ്റ പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് 4 സ്ഥലത്ത്. അത് ഒന്ന് SHല് പിന്നെ ഉണ്ട്, അത് അവിടെ ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ് തൊട്ട് സെക്കൻഡ് DC വരെയുള്ള പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുരിശുമൂട്ടിലൊരെണ്ണം,
അത് ട്യൂട്ടോറിയൽ കോളേജ്. പിന്നെ പെരുമ്പനച്ചിയില്, വാകത്താനം, കൈതേപ്പാലം, അങ്ങനെ 4-5 സ്ഥലത്ത് ഒരിടത്തുനിന്ന് ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. കറുകച്ചാലല്ല, ഇല്ല അവിടെ വന്നില്ല. അതായത് പെരുമ്പനച്ചിയാണ്, കുരിശുമൂട് കവല, ചങ്ങനാശ്ശേരി കവല തുടങ്ങി കുരിശുമൂട്ടില്, അത് കഴിഞ്ഞ് പെരുമ്പനച്ചി മാന്ത്ര സാർ അറിയുമോ? മാന്ത്രയുടെ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജനാർദ്ദന സാറും പറഞ്ഞ ഒരാളാണ് പിന്നെ വാകത്താനത്ത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കൈതേപ്പാലം. ഇങ്ങനെ 5 സ്ഥലത്ത് കുറെ നാൾ ഒരേ ദിവസം ക്ലാസ്സിന്റെ നമുക്ക് പിന്നെ പോവുക എന്നുള്ള, ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് വണ്ടി കയറുക, അങ്ങനെ കുറെ നാൾ അവിടെ ട്യൂഷൻ. പിന്നെ അതിനു മുമ്പ് കുറച്ച് നാൾ എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറയാം, അങ്ങനെ ഒരാളുടെ വീട്ടിൽ കുറച്ച് പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ കോളേജ് പഠനം കഴിഞ്ഞ് നമുക്ക് ചിലവിന് കാശ് ഉണ്ടാക്കണം. അന്ന് സാറിന് ഓർമ്മയുണ്ടോ, അന്ന് ഒരു ദിവസം ഈ 5 പഠിപ്പിച്ചാൽ എത്ര രൂപ കിട്ടുമായിരുന്നു അന്ന് ഒരു മാസം? ഞാൻ പലരും വളരെ തുച്ഛമായിട്ടുള്ള പൈസ ഉള്ളൂ, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അത് തന്നെ തരാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കിട്ടിയ സത്യത്തിൽ പൈസ പിന്നെ നമുക്ക് ഒട്ടച്ചെലവിനുള്ള എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഐക്യവന്യം വലിയ വരുമാനം എന്നുള്ള ജോലിയൊന്നും അല്ലായിരുന്നു, സമ്പാദ്യത്തിനല്ലല്ലോ. ടൈം പാസ്. ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക്, അതായത് ജോലി കിട്ടുന്ന ഈ പിന്നെ അതിനുശേഷം പല പ്രാവശ്യം ഞാൻ പല ജോലിക്ക്, അതായത് പിന്നെ എയർഫോഴ്സിൽ ജോലിക്ക് വേണ്ടി നോക്കി, BSF ജോലിക്ക് വേണ്ടി, വേലാങ്കാൻ എന്ന് പറയും, ബാംഗ്ലൂരിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, 2-3 തവണ. അത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ചേരാൻ നോക്കി, എയർഫോഴ്സിൽ ചേരാൻ നോക്കി, അങ്ങനെ ഏതാണ്ട് 2-3 സ്ഥലത്ത് അവിടെ എല്ലാം പോയി. ഗ്രൗണ്ടിൽ കൂടെ 5 ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ ഓടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം പിന്നീട് പിന്നെ SI ടെസ്റ്റിന് അപ്ലൈ ചെയ്തു, കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക്. അന്ന് ഡിഗ്രി ആണായിരുന്നു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. തൃശ്ശൂർ വെച്ചായിരുന്നു അതിൻ്റെ ഈ ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം. അതായത് പിന്നെ പടത്തെ കൂടെ കയറി വലിഞ്ഞു കയറുക, മതിലി ചാടി കയറുക, ഇങ്ങനെ ഒത്തിരിയേറെ ഫിസിക്കൽ ഓട്ടം ചാട്ടം എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പാസ്സായി, റിട്ടേൺ ടെസ്റ്റിനും പാസ്സായി. പക്ഷേ അന്നത്തെ പിന്നെ കോൺഗ്രസ് ആയിരുന്നു അന്ന് ഭരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് അല്ല, 50,000 രൂപ കൈക്കൂലി കൊടുത്താൽ അന്ന് കിട്ടിയേനെ. അത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അന്ന് അത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് സാറിന് PSC ടെസ്റ്റ് വഴിയാണോ KSRTC കിട്ടുന്നത്? അങ്ങനെ ഇരിക്കുക. പിന്നെ ടെസ്റ്റ് എഴുതി. പിന്നെ നമ്മുടെ നാട്ടുകാരന് MLA ഉണ്ടായിരുന്നു, അന്ന് ട്രാൻസ്പോർട്ടിലായിരുന്നു അദ്ദേഹം. പിന്നെ എൻ്റെ ഓർമ്മ ഞാൻ കൃത്യം KJ ചാക്കോ ആയിരുന്നു അതിൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യം അറിയത്തില്ല. ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു വെച്ചു. ചേട്ടന് ചിലപ്പോൾ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നതുകൊണ്ടായിരിക്കും. എങ്ങനെയോ കിട്ടി. ടെസ്റ്റ് എഴുതിയതാണോ, അതായത് കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ഒരു ലക്കത്തിൽ പറയാം. താങ്ക് യു സോ മച്ച്.